ഷാഫി പറമ്പിൽ പണി തുടങ്ങി. പോലീസുകാർ മർദ്ദിച്ചു പരിക്കേൽപ്പിച്ച ലോക്സഭാ അംഗം ഷാഫി പറമ്പിൽ ആശുപത്രി വിട്ടതോടെ നിയമയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. തുടർച്ചയായ ആക്രമണങ്ങളാണ് അദ്ദേഹത്തിനെതിരെ നടക്കുന്നത്. ഒരാവശ്യവുമില്ലാതെ വടകര നഗരത്തിൽ വെച്ച് കാറ് തടഞ്ഞു നിർത്തി മർദ്ദിക്കാൻ നോക്കി. അന്ന് ഷാഫി തന്നെ വിരട്ടി വിടുകയും പോലീസ് നോക്കി നിൽക്കുകയും ചെയ്തത് പാർലമെന്റ് ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ അത് വലിയ കാര്യമാക്കാതെ മുന്നോട്ട് പോയത് ഷാഫിയുടെ ഹൃദയ വിശാലതയാണ്. പക്ഷേ അത് CPM-കാർ ബലഹീനതയായി കണ്ടു. ഷാഫി അപകടമെന്ന് മനസ്സിലാക്കിയ CPM-കാർ പോലീസിന് തന്നെ കൊട്ടേഷൻ നൽകിയതാണ്. അതാണ് പേരാമ്പ്രയിൽ കണ്ടത്. പക്ഷേ ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ ഇന്ത്യൻ പാർലമെന്റിനാകില്ല. അവർ പണി കൊടുക്കുക തന്നെ ചെയ്യും. പേരാമ്പ്രയിൽ പോലീസ് ലാത്തിയടിയിൽ പരിക്കേറ്റ ഷാഫി പറമ്പിൽ MP ലോക്സഭാ സ്പീക്കർക്കും പാർലമെന്റ് കമ്മിറ്റിക്കും പരാതി നൽകി കഴിഞ്ഞു. പ്രസ്തുത വിഷയത്തിൽ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് MP പരാതി നൽകിയത്. പേരാമ്പ്ര DYSP N സുനിൽകുമാർ, വടകര DYSP ഹരിപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് മർദ്ദിച്ചതെന്നും റൂറൽ SP EK ബൈജു സംഭവം ശരിവച്ച സാഹചര്യത്തിൽ അടിയന്തരമായി ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്നുമാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത്. റൂറൽ SP-ക്കെതിരെയും പരാതിയിൽ പറയുന്നുണ്ട്. റൂറൽ SP-യുടെ കാര്യം ഏതാണ്ട് തീരുമാനമാകുന്ന തരത്തിലാണ് ഷാഫിയുടെയും കോൺഗ്രസിന്റെയും നീക്കം. അതായത് റൂറൽ SP നടത്തിയത് ഡബിൾ ഗെയിമാണ്. സംഭവത്തിന് ശേഷം റൂറൽ SP ഷാഫിയെ ഫോണിൽ വിളിച്ച് ഖേദം പ്രകടിപ്പിച്ച് മാപ്പ് പറഞ്ഞതാണ്. നടന്നത് ദൗർഭാഗ്യകരമായ സംഭവമാണെന്നും തെറ്റുപറ്റിയെന്നും പറയുകയുണ്ടായി. എന്നാൽ അതേ വ്യക്തി തന്നെ ഇക്കാര്യം പരസ്യമായി നിഷേധിച്ചു. ആദ്യം പേരാമ്പ്രയിൽ ലാത്തിചാർജ് നടന്നിട്ടില്ലെന്ന് പറഞ്ഞ അദ്ദേഹം പിന്നീട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വളച്ചൊടിച്ച് പ്രസ്താവന നടത്തി. ഇതെല്ലാം ദൃശ്യങ്ങൾ സഹിതം ഷാഫി പാർലമെന്റിനെ അറിയിച്ചു കഴിഞ്ഞു. ഷാഫി പറമ്പിൽ MP പേരാമ്പ്രയിൽ എത്തുമ്പോൾ അവിടെ ഒരു പ്രശ്ന സാഹചര്യങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നാൽ MP-യെ ആക്രമിക്കാൻ പദ്ധതി തയ്യാറാക്കിയ പോലീസാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. അത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും പരാതിയിൽ ഷാഫി പറമ്പിൽ MP ആവശ്യപ്പെടുന്നുണ്ട്. അതായത് രാജ്യത്തിന്റെ പരമപ്രധാനമായ പാർലമെന്റിലെ അംഗങ്ങൾക്ക് പോലും വഴി നടക്കാൻ കഴിയാത്ത രീതിയിൽ ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട ഒരു പോലീസ് സംവിധാനത്തെ പൂട്ടിക്കെട്ടാൻ തന്നെയാണ് ഷാഫിയുടെ നീക്കം. അതിനുള്ള എല്ലാ രേഖകളും പാർലമെന്റ് കമ്മിറ്റിക്ക് മുന്നിൽ എത്തുന്നതോടെ അന്വേഷണം നടക്കുകയും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ നേരിട്ട് തള്ളിയ ആ പോലീസുകാരൻ വരെയുള്ളവരുടെ പണി പോകും. ഇത് ഏതാണ്ട് ഉറപ്പാക്കുന്നതാണ്. കാരണം കളി ഇനി പാർലമെന്റും ക്രിമിനൽ പോലീസുകാരും തമ്മിലാണ്. നമ്മൾ പലപ്പോഴും പറയുന്ന UP-യിലെയും ബീഹാറിലെയും MP-മാർക്ക് പോലും ഇത്തരം ആക്രമണം ഉണ്ടായിട്ടില്ല. അവിടെയാണ് ഇതിനു പ്രാധാന്യമേറുന്നത്.